പിന്നോക്കം നിൽക്കുന്ന MBCF-ൽ ഉൾപ്പെട്ട സമുദായങ്ങളെ പൂർണ്ണ OEC-യിൽ ഉൾപ്പെടുത്തുക, ക്രീമി ലെയറിൽ നിന്ന് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അതിപിന്നോക്ക സമുദായങ്ങൾക്ക് സീറ്റ് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. MBCF പ്രസിഡന്റ് S. കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജി. നിഷികാന്ത്, സംസ്ഥാന ഭാരവാഹികളായ ബാലാജി റെഡ്ഡിയാർ, വിനീഷ് സുകുമാരൻ, M. രവീന്ദ്രൻ, സുമ ഹരിദാസ്, സതീഷ് കുമാർ, ജിബിൻ കൃഷ്ണ, ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന സെക്രട്ടറി മനോജ് കുമാർ, ഡോക്ടർ ഷാജികുമാർ, M. രാമചന്ദ്രൻ ചെട്ടിയാർ, ES. രാധാകൃഷ്ണൻ, R. ശങ്കർ റെഡ്ഡിയാർ, N. പൊന്നപ്പൻ, C. വിജയൻ പിള്ള, T. കുമാരൻ, M. മോഹനൻ, ബേപ്പൂർ മുരളീധര പണിക്കർ, NK അശോകൻ, MM ബാലകൃഷ്ണൻ, വിളപ്പിൽശാല ജയൻ, തങ്കം എ. രാജൻ, MK ദാമോദരൻ, ഷൺമുഖാനന്ദൻ, മുരുകൻ തേവർ, കൃഷ്ണമൂർത്തി, NK വിദ്യാധരൻ, AS വിനോദ് രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണഘടനാപരമായി ലഭിക്കേണ്ട വിദ്യാഭ്യാസ സംവരണവും ഉദ്യോഗ സംവരണവും ഒക്കെ കാലാകാലങ്ങളിൽ അധികാരത്തിലുള്ള ഭരണാധികാരികൾ ചില സമുദായങ്ങളെ, പ്രബല സമുദായങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അട്ടിമറിക്കപ്പെട്ട പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളുടെ ഐക്യനിരയാണ് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിരവധി അവകാശങ്ങൾ, സംവരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ, ഭരണ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ഈ സമൂഹങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടായിട്ടും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ അതൊന്നും തന്നെ വകവയ്ക്കാതെ ഈ സമൂഹങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സ്വന്തം വോട്ടുകൾ ഉറപ്പിച്ചുകൊണ്ട്, സ്വന്തം സ്ഥാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കട്ടുമുടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയുണ്ടാക്കിയപ്പോൾ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത് എല്ലാ സമൂഹങ്ങൾക്കും തുല്യനീതിയും തുല്യ അവസരവും ഭരണ പങ്കാളിത്തവും ഉണ്ടാകണമെന്നാണ്. ഇന്ത്യയിൽ ജനിച്ചു ജീവിക്കുന്ന 1000 അംഗങ്ങൾ മാത്രമുള്ള ഒരു സമുദായമാണെങ്കിൽ പോലും ആ സമുദായത്തിന് നീതിപൂർവകമായ ഒരു നിയമമാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഈ സമുദായങ്ങളെയൊക്കെ OBC പട്ടികയിൽ, പിന്നോക്ക സമുദായത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി 10% സംവരണ വിഭാഗങ്ങൾക്ക് അനുവദിച്ചതാണ്. 1979 10% സംവരണത്തിന് അർഹതപ്പെട്ട സമുദായങ്ങളാണ് ഈ സമുദായങ്ങളെല്ലാം തന്നെ. എന്നാൽ 1979 ഒരു MLA-യുടെ സ്വാധീനത്തിന്റെ ഫലമായി വിശ്വകർമ്മ സമുദായത്തിന് 3% സംവരണം ഞങ്ങളിൽ നിന്ന് വെട്ടിക്കുറച്ച് വിശ്വകർമ്മ സമുദായത്തിന് കൊടുത്തു. 1980 2% വീണ്ടും ധീവര സമുദായത്തിന് വേണ്ടി. ദിനകരൻ എന്ന് പറയുന്ന ധീവര സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി MLA ആയിരുന്നു കൊണ്ട് നിയമസഭയിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ, ഗവൺമെന്റിനോട് ആവശ്യപ്പോൾ 2% കൂടി ഞങ്ങളിൽ നിന്ന് വെട്ടിക്കുറച്ച് കൊടുത്തു. 82 മാളയിൽ നേമത്ത് നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി മാളയിൽ തോറ്റാൽ നേമത്ത് ജയിക്കുന്നതിന് വേണ്ടി വീണ്ടും 2% നാടാർ സമുദായത്തിന് വേണ്ടി വെട്ടിക്കുറച്ചു. ഒരു തീരുമാനം പോലും, ക്യാബിനറ്റ് തീരുമാനം പോലും എടുക്കാതെ, ഒരു അന്വേഷണവും നടത്താതെ, ആരുമായി കൂടിയാലോചിക്കാതെ, നിയമസഭയിൽ നിയമം കൊണ്ടുവരാതെ ഒരു സുപ്രഭാതത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടു. 1982 ശേഷം ഈ നിമിഷം വരെ 3% സംവരണമാണ് ഈ സമുദായങ്ങൾക്കെല്ലാം കൂടിയുള്ളത്. എന്ത് നീതിയാണെന്ന് എത്രയോ കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. 14% സംവരണമുണ്ട് ഈഴവ സമുദായത്തിന്, 12% സംവരണമുണ്ട് മുസ്ലിം സമുദായത്തിന്, 5% സംവരണമുണ്ട് ലത്തീൻ ക്രിസ്ത്യാനിക്ക്, 3% സംവരണം വിശ്വകർമ്മന്, 2% സംവരണം ധീവരക്ക്, 2% ഹിന്ദു നാടാർക്ക്, 2% ക്രിസ്ത്യൻ നാടാർക്ക്. എങ്ങനെയാണിത് വെട്ടിക്കുറച്ച് അവർക്ക് കൊടുത്തത് എന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലേക്ക് സമുദായങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് നമ്മളെപ്പോലെയുള്ള സമൂഹങ്ങൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതിന് പരിഹാരം വേണ്ടേ? 100 വർഷം കഴിഞ്ഞാലും മിണ്ടാതെ ഇരുന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാവുകയില്ല. യാതൊരു സംശയവുമില്ല. സംഘടിച്ച് സമരം ചെയ്ത് അവകാശ പോരാട്ടങ്ങൾ നടത്തി മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ് വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് സംഘടനയുടെ തീരുമാനമനുസരിച്ച് വോട്ട് ചെയ്തിരുന്ന സമൂഹങ്ങൾക്ക് മാത്രമാണ് ഇവിടെ നീതി ഉറപ്പാക്കുന്നത്. ഒരു സംശയവുമില്ല. നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും കൊച്ചു സമുദായങ്ങളാണെങ്കിലും
50 ലക്ഷം ആളുകളുണ്ട്. കേരളത്തിൽ 72 നിയോജക മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് നിശ്ചയിക്കുന്ന അതീശ ശക്തിയാണ് MBCF എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. എത്രയും കാലം ഈ നാട് നന്നാകുമ്പോൾ ഞങ്ങളെയൊക്കെ നന്നായിക്കൊള്ളുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. ഇത് നടക്കില്ല. ഞങ്ങളെ ദ്രോഹിക്കുന്നവരാരായാലും ശരി, അവരെ തിരിച്ചു ദ്രോഹിക്കാൻ അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നത് വരെയുള്ള പോരാട്ടമാണ് MBCയുടെ നിന്ന് ആരംഭിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്നുകൊണ്ട് MBCയുടെ സമരഭടന്മാർ സത്യപ്രതിജ്ഞ എടുക്കുകയാണ്. ഇനി ഞങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ശക്തമായി സംഘടിക്കുവാനും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിപ്പിക്കുവാനും അസംബ്ലിയിൽ, പാർലമെന്റിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ എത്തിക്കുവാനുമുള്ള അക്ഷീണമായ പരിശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംവരണം വെട്ടിക്കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുവാൻ ഒരു കമ്മീഷനെ വെക്കണം. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗവൺമെന്റ് തീരുമാനമെടുക്കാം. ഇതൊന്നും ഉണ്ടായില്ല ഒരു സുപ്രഭാതത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത് തവണ കാർഷികോട്ട് മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ MLA-മാരുടെ ഭൂരിപക്ഷമില്ല മുഖ്യമന്ത്രിക്ക്. അപ്പോ നിയമസഭയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞാൻ നാളെ വന്ന് അസംബ്ലിയിൽ വന്ന് വോട്ട് ചെയ്ത് അവിശ്വാസ പ്രമേയത്തിനെതിരായി മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ സമുദായത്തിന് 2% സംവരണം തരണം. അതും അനുവദിച്ചു കൊടുത്തു. ഒരു അന്വേഷണവും ഇല്ലാതെ അത് എവിടെയെന്ന് നമ്മുടെ സംവരണത്തിൽ നിന്ന് 7 ഉണ്ടായിരുന്നു, വീണ്ടും 2% വെട്ടി ധീവര സമുദായത്തിന് കൊടുത്തു. നമ്മൾ എത്ര പേർ അറിഞ്ഞു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് നീതിയാണ്? നമ്മളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരല്ലേ? അതില്ലായിരുന്നുവെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി അഭിമാനത്തോടു കൂടി നിൽക്കാമായിരുന്നു. നമ്മൾ മുന്നോക്ക സമുദായക്കാർ. ഇതൊന്നും നമുക്ക് അവകാശമില്ല. ഭരണഘടനാപരമായി സംവരണത്തിന് നമുക്ക് അവകാശമില്ലെന്ന് പറയാൻ പറ്റും. പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുത്തുകയും നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന സമീപനം. സംവരണം എന്ന് പറയുന്നത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു പരിപാടിയല്ല. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ സംവരണം എന്ന് പറയുന്ന ഒരു ആനുകൂല്യം ഇവിടുത്തെ സമുദായങ്ങൾക്ക് മതപരമായിട്ടുമല്ല, സാമുദായികമായിട്ടുള്ള സംവരണം, ആ സംവരണാനുകൂല്യം ഭരണഘടനയിൽ എഴുതി വെക്കുമ്പോൾ അത് നൽകേണ്ടതിന് വ്യവസ്ഥയുണ്ടാക്കിയിരുന്നു. അത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തു വേണം. ആ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുക്കുന്നതിന് സമയാസമയങ്ങളിൽ അതിന് കമ്മീഷനുകൾ വെച്ച് പഠനം നടത്തണം. ആ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആരൊക്കെയാണ് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നത്, ആരൊക്കെയാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നത് എന്ന് ഇപ്രകാരമുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളുടെ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഭരണഘടനാപരമായ അവകാശമായ സംവരണം നൽകേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹം വിശദീകരിച്ച എന്താണ്? ആരോട് ചോദിച്ചിട്ടാണ് ഈ 10% നിന്ന് 3% നൽകിയത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10% നിന്ന് വീണ്ടും 3% മറ്റൊരു സമുദായത്തിന് നൽകിയത്? ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രണ്ടും വെട്ടിമുറിച്ച് ഇവർക്ക് ഓരോരുത്തർക്കായി നൽകിയിട്ടുള്ളത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി അവശേഷിക്കുന്ന മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിലേക്ക് പുതിയ സമുദായങ്ങളെ കൂട്ടിച്ചേർത്തത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് നിയമസഭാ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഒരു ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ളത്? അതിന്റെ അർത്ഥം തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ വേണ്ട, നിങ്ങൾക്ക് പഠനം വേണ്ട, നിങ്ങൾക്ക് റിപ്പോർട്ട് വേണ്ട. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഞാനിവിടെ നിരാഹാരം ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി സംവരണം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെന്നതിന്റെ അർത്ഥം അധികാരത്തിന്റെ ഇടനാഴികളിൽ നമ്മൾ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.